ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചാപ്റ്ററിലേക്ക് പോകാം. ദ റീജിയൻ എക്സ്പാൻഡ്. Mysore was another region that were subjugated by British. ബ്രിട്ടീഷുകാർ ബംഗാളിന് ശേഷം കീഴടക്കാൻ തീരുമാനിച്ച ഒരു സ്ഥലമാണ് മൈസൂർ. മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ. മൈസൂർ വളരെ പവർഫുൾ, അതായത് ശക്തിയുള്ള കിങ്ഡമായിരുന്നു, ഒരു രാജ്യഭരണ കേന്ദ്രമായിരുന്നു. ഇറ്റ് ബിക്കം the dominant power in the region during the reign of Hyder Ali and Tippu Sultan. Their domination expanded even to the areas like Malabar. മൈസൂർ വളരെ പവർഫുള്ളായ ഒരു സ്ഥലമായിരുന്നു ടിപ്പു സുൽത്താൻ്റെയും ഹൈദർ അലിയുടെയും കാലഘട്ടത്തിൽ. ദ ഡൊമിനേഷൻ എക്സ്പാൻഡ്, അതായത് മലബാർ വരെ ഇവരുടെ ഭരണം വ്യാപിച്ചിരുന്നു. ദീസ് ഇന്ററപ്റ്റഡ് ദ ട്രേഡ് ഓഫ് ബ്രിട്ടീഷ് ഇൻ മലബാർ റീജിയൻ. ടിപ്പു സുൽത്താൻ്റെയും ഹൈദർ അലിയുടെയും കിങ്ഡം ആയിരുന്നു മൈസൂറും മലബാറും. മൈസൂർ മുതൽ മലബാർ റീജിയൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ഇവരുടെ ഭരണകേന്ദ്രത്തിൽ ബ്രിട്ടീഷുകാർക്ക് ട്രേഡ് സെൻറ്റേഴ്സ് ലഭ്യമായില്ല. The friendly relation that Tippu Sultan maintained with the French also added fuel to the animosity of the French. ഇതുകൂടാതെ ടിപ്പു സുൽത്താന് ഫ്രഞ്ചുകാരുമായി ഒരു ചെറിയ സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. ഇതും ബ്രിട്ടീഷുകാരെ വളരെ നിരുത്സാഹരാക്കി. These made them conquer മൈസൂർ. ഈ കാരണങ്ങളൊക്കെയാണ് ബ്രിട്ടീഷുകാരെ മൈസൂർ കീഴടക്കാൻ പ്രേരിപ്പിച്ചത്. ടിപ്പു ഫോർ ബ്രേവ്ലി വിത്ത് ദ ബ്രിട്ടീഷ് ആൻഡ് ഡൈഡ് ഫൈറ്റിംഗ് ഇൻ ദ ഫോർത്ത് ആംഗ്ലോ ഓഫ് മൈസൂർ വാർ. നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരണപ്പെട്ടു. With the success of British in Mysore war, Malabar and Coorg came under the British region. നാലാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തി. എന്നിട്ട് മൈസൂരിൽ ബ്രിട്ടീഷുകാരുടെ അധികാരം സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാരാണ് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുകയും ടിപ്പു സുൽത്താനെ വധിക്കുകയും ചെയ്തു. നാലാം മൈസൂർ യുദ്ധത്തിനു ശേഷം ബ്രിട്ടീഷുകാർ മൈസൂരിൽ അവരുടെ അധികാരം സ്ഥാപിച്ചപ്പോൾ കൂർഗും മലബാറും അവരുടെ നിയന്ത്രണത്തിൽ വന്നു. ഇവിടെ ഒരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ദ ബ്രിട്ടീഷ് ഹാഡ് ടു ഫൈറ്റ് 4 wars ബിഫോർ എസ്റ്റാബ്ലിഷിംഗ് ദെയർ സ്യൂസറനിറ്റി ഇൻ മൈസൂർ. ബ്രിട്ടീഷുകാർ മൈസൂരിൽ അവരുടെ അധികാരം സ്ഥാപിക്കാൻ 4 വാറുകൾ, അതായത് 4 യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു. അതായത് 4 യുദ്ധങ്ങൾക്കു ശേഷമാണ് മൈസൂർ ബ്രിട്ടീഷുകാരുടെ കൈപ്പിടിയിൽ എത്തിയത്. ദ ബ്രിട്ടീഷ് annexed മലബാർ as per the ശ്രീരംഗപട്ടണം ട്രീറ്റി signed between Tippu and the British after the Third Anglo of Mysore War. മൂന്നാം മൈസൂർ യുദ്ധത്തിനു ശേഷം ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണം ട്രീറ്റി സൈൻ ചെയ്യുകയും ബ്രിട്ടീഷുകാർക്ക് മലബാർ റീജിയൻ നൽകുകയും ചെയ്തു. ഐ ആം ഷോയിങ് എ ഫിഗർ ഓഫ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ്റെ ഒരു ചിത്രമാണിത്. ബ്രിട്ടീഷ് ഇന്ത്യ അറ്റ് ദ ബിഗിനിങ് ഓഫ് 19th century. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ബ്രിട്ടീഷ് ഇന്ത്യ കൈയടക്കിയ പ്രദേശങ്ങളാണ് ഈ മാപ്പിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. Subsequently, the company conquered the Marathas, who were threat to the cotton trade of the British. Soon after, they conquered the princely states of Sindh, Punjab and Awadh.
അതായത് ബ്രിട്ടീഷുകാർ മറാത്താസിനെ കീഴടക്കി. മറാത്താസ് ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് എതിര് നിന്നതുകൊണ്ട് അവർ കീഴടക്കി. അതിനുശേഷം അവർ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അതായത് നാട്ടുരാജ്യങ്ങൾ ആയ സിന്ധ്, അവധ്, പഞ്ചാബ് എന്നീ സ്ഥലങ്ങൾ പിടിച്ചടക്കി. We have seen the British conquer the powerful princely states using military force. ബ്രിട്ടീഷുകാർ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അത് നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സ് കീഴടക്കിയത് ആർമിയുടെ സഹായത്താലാണ്. Such states came under the British rule. പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ എത്തി. Southern other princely states were affected through treaty and legislations. The subsidiary alliance introduced by Lord Wellesley and the Doctrine of Lapse executed by Lord Dalhousie had important role in the acquisition of the princely states. പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയൊക്കെ അവരുടെ അധികാര പരിധിയിൽ കൊണ്ടുവരുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ച ആൾക്കാരാണ് ലോർഡ് വെല്ലസ്ലിയും ലോർഡ് ഡൽഹൌസിയും. ലോർഡ് വെല്ലസ്ലി ഉണ്ടാക്കിയ സബ്സിഡറി അലയൻസ് സൈനിക സഹായ വ്യവസ്ഥയാണ്. പിന്നെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അത് ഉണ്ടാക്കിയത് ലോർഡ് ഡൽഹൌസിയാണ്. അതായത് ദത്തവകാശ നിരോധന നിയമം, ഇതാണ് ലോർഡ് ഡൽഹൌസി നടപ്പിലാക്കിയത്. ഈ രണ്ടു കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ കൊണ്ടുവരുന്നതിന് അവരെ സഹായിച്ചത്. ഇവിടെ ഒരു ചെറിയ ഷോർട്ട് നോട്ടുണ്ട്. അതായത് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്ന സ്ഥലങ്ങളാണ് സബ്സിഡറി അലയൻസിൽ ഉൾപ്പെട്ടത്. The princely states like Hyderabad, Tanjavur and Indore entered the subsidiary alliance. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മാപ്പിൽ റെഡ് കളറിൽ മാപ്പിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷുകാർ 1857 കീഴടക്കിയ സ്ഥലങ്ങളാണ്. ഇതിനു മുമ്പ് 19th സെഞ്ച്വറി എന്ന് പറഞ്ഞ് നമ്മളൊരു മാപ്പ് പഠിച്ചിട്ടുണ്ട്. ബിഗിനിങ് ഓഫ് 19th സെഞ്ച്വറി. ഇതാണ് ആ മാപ്പ്, നമ്മൾ നേരത്തെ പഠിച്ച മാപ്പ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നമ്മൾ നേരത്തെ പഠിച്ച മാപ്പിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ മാപ്പിൽ. ഇതിലുണ്ടായ വ്യത്യാസം, ഇതിലുള്ള റെഡ് കളർ കൂടി. അതായത് ബ്രിട്ടീഷുകാർ 19th സെഞ്ച്വറിയേക്കാളും വേറെ സ്ഥലങ്ങൾ ഒരുപാട് പിടിച്ചടക്കി എന്നതാണ് ഇതിൻ്റെ തെളിവ്. Rulers who signed the subsidiary alliance were assured protection by the company against invasion and internal revolts. അതായത് സബ്സിഡറി അലയൻസ് കമ്പനിയുമായി സൈൻ ചെയ്യുന്ന നാട്ടുരാജ്യങ്ങൾക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കടന്നുകയറ്റത്തിന് കമ്പനി പ്രൊട്ടക്ഷൻ നൽകും എന്നുള്ളതാണ് കമ്പനിയുടെ നിയമം. However, the actual administrative power of the state were with the representativity of the company. ഇത് സബ്സിഡറി അലയൻസ് കമ്പനിയുമായി സൈൻ ചെയ്ത നാട്ടുരാജ്യങ്ങളുടെ ചുമതല കമ്പനിയുടെ മേൽ ആണെങ്കിലും ആ നാട്ടുരാജ്യം ഭരിക്കുന്നത് ജനപ്രതിനിധികൾ തന്നെയാണ്. ലോർഡ് വെൽഹൌസി introduced the policy of Doctrine of Lapse. As per the policy, when the ruler of a princely state died without a male heir, the British could annex the state with the British India. അതായത് ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്
ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് ഡൽഹൌസിയാണ്. അതിനൊരു നിയമമുണ്ടായിരുന്നു. ഏതെങ്കിലും നാട്ടുരാജ്യത്തിൻ്റെ തലവൻ മരണപ്പെടുകയാണെങ്കിൽ അനന്തരാവകാശി മകൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് രാജ്യം ഭരിക്കാൻ പറ്റത്തുള്ളൂ. പെൺകുട്ടിയാണെങ്കിൽ ആ രാജ്യത്തിന് അനന്തരാവകാശികളില്ലാത്തതിനാൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആ രാജ്യം വരും. The British adopted the strategies to annex the princely states, discuss the statements and prepare a note. ബ്രിട്ടീഷുകാർ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ കയ്യിലടക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. അത് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Almost all of India came under the British rule by 1857 and a unfiltered administration was implemented in British India. അതായത് ഏകദേശം ഇന്ത്യ മുഴുവൻ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ എത്തിയ വർഷമാണ് 1857. ഇവിടെ ഒരു ചെറിയ ഷോർട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷ് അനാക്സ്ഡ് സംബാൽപൂർ, സത്താര, ഉദയ്പൂർ, ഝാൻസി ആൻഡ് നാഗ്പൂർ ത്രൂ ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ കീഴടക്കിയ രാജ്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം.